ഹലോ. അതെ, ഞാനിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു സബ്ജക്റ്റ് ആയിട്ടൊന്നുമല്ല, പക്ഷെ നിങ്ങളായിട്ട് കുറച്ച് നേരം ഒരു ചെറുതായിട്ടൊരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ടാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഇന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് 1 മാസം കറക്റ്റായി. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? 25/7/2025. ആ 25 ഡേറ്റ് എന്നുള്ളതിൻ്റെ 2 5 എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 7 ആണ്. മാസം ഏതാണ്? 7 ആണ്. വീണ്ടും ആ 25-ലെ 2 5 കൂട്ടിക്കഴിഞ്ഞാൽ 7. അപ്പം 777 എന്ന് പറയുന്ന ഒരു നല്ല നമ്പർ കിട്ടുന്ന പോലത്തെ ഒരു ഡേ ആണ് ഇന്നത്തെ ഡേ. അപ്പം ഇന്നത്തെ ദിവസത്തിന് 1 മാസം ഞാൻ തികഞ്ഞിട്ടുണ്ട്. ഈ 777 എന്ന് വരുന്ന ഒരു പ്രത്യേകതയും ഈ ഒരു ദിവസത്തിനുണ്ടെന്നുള്ളതാണ്. അത് മാത്രമല്ല, ഏകദേശം 2500 സബ്സ്ക്രൈബേഴ്സ് വിരലിലെണ്ണാവുന്ന കുറച്ച് കുറവുണ്ട് കേട്ടോ. എങ്കിലും നമുക്കതൊരു 2500 തന്നെ വിചാരിക്കാം. ഏകദേശം 2500 സബ്സ്ക്രൈബേഴ്സും എനിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ പലരും ചിലപ്പോൾ ഒരു പക്ഷെ പറയുമായിരിക്കും ഇത്രയൊന്നും സത്യത്തിൽ ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല. ഒരു 6 മാസത്തിനിടയ്ക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള മൊത്തം കോണ്ടാക്റ്റിൽ പോലും ഞാൻ എൻ്റെ ഈ വീഡിയോസ് ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പിലും വിരലിലെണ്ണാവുന്ന വളരെ കുറച്ച് ആൾക്കും മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. പലരും അത് കൂടാതെ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ. ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ട് ഞാനിന്ന് സ്കൂളിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ഒപ്പമുള്ള പാർട്ട്ണർ എൻ്റെ കൂടെ ഇന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആളുണ്ടെങ്കിൽ ആളായിട്ട് സംസാരിച്ച് പോകും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സെൽഫ് ടോക്ക് ചെയ്തിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുക. ആ സമയത്ത് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അടുത്ത് തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് അതിനുള്ള ആൻസറും ഞാനിങ്ങനെ സ്വയം പറയും. ഞാനിന്ന് ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ആയിരുന്നില്ല. നമ്മളുടെ എന്തെങ്കിലും ചെയ്ത് തീർക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ സ്വയം എന്നോട് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടിയത് എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ചില കാര്യങ്ങൾ ചിലർ പറയും എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം, അത് ഒറ്റയ്ക്ക് ചെയ്താലാണ്, അതായത് നമ്മളുടെ കഴിവ് കുറവായിട്ട് അതിനെ കാണും. നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സ്വയം കഴിവില്ലാണ്ടാണെന്നുള്ള എൻ്റെ ഒരു പ്രത്യേകത വരും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരാൾക്ക് ഞാൻ ചെയ്യുന്ന ആ ഒരു കാര്യം ഒരാളെ കൊണ്ടുകൂടെ ഒരാളുടെ സഹായം തേടുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിനെ ഇരട്ടി ഭംഗിയാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ആ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ആ ഭംഗിയായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കരുത് കേട്ടോ. എനിക്ക് എൻ്റെ ക്ലാസ്സിൽ എനിക്കൊരു സഹായത്തിന് ഒരാൾ വേണം, എനിക്കൊരു അസിസ്റ്റൻറ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വർഷം മുമ്പാണ് കേട്ടോ. ഞാനപ്പോൾ എന്ത് ചെയ്ത്, എൻ്റെ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒത്തിരി ഒരു വിഹിതം കൊടുക്കാമെന്ന് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ചെറിയ കാര്യങ്ങളൊക്കെ ആളെ കൊണ്ട് ചില കാര്യങ്ങൾ എഴുതാനും ഇത്തിരി വീക്കായിട്ടുള്ള കുട്ടികളെ ഒറ്റയ്ക്കിരുത്തി പഠിപ്പിക്കാനും അങ്ങനെയൊക്കെയുള്ള ചെറിയ സഹായത്തിന് ഞാൻ ഒരാളാക്കി എന്നുള്ളതാണ്. ആ സംബന്ധിച്ച് അതായത് അപ്പോൾ എൻ്റെ ഒരു പോഷൻ പോവാണ് കേട്ടോ. എങ്കിലും എന്നെ സംബന്ധിച്ച് ആ ഒരു കുട്ടി വന്നപ്പോൾ ആ ക്ലാസ് ഭംഗിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പോരായ്മകളുണ്ടോ, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒന്നും പ്രത്യേകിച്ചൊന്നും നോക്കണില്ല. ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു മീറ്റിംഗ് വെച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ തുറന്ന് ചോദിക്കും പാരൻസിൻ്റെ അടുത്ത്, നിങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയാമെന്ന് നമ്മൾ പറയും. കാരണം ആ കംപ്ലൈൻറ്റ് പറഞ്ഞാലാണല്ലോ നമുക്കതിനെ ഒന്ന് തിരുത്തി ശരിയാക്കി വരാൻ പറ്റുമെന്നുള്ളത്. ആ സമയത്ത് ഒരു രക്ഷിതാവ് എഴുന്നേറ്റ് നിന്ന്, അത് നമ്മളുടെ അമൃത ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറായിരുന്നു. ആൾ എഴുന്നേറ്റ് നിന്നപ്പോൾ സത്യത്തിൽ നമുക്കൊരു നെഞ്ചെടുപ്പ് വരും. കാരണം എന്താണ് ഈ പറയാൻ പോകുന്നത് നമുക്കറിയില്ലല്ലോ. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആളിങ്ങനെ അല്ലല്ല മീറ്റിങ്ങിന് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ആൾക്ക് ഏകദേശം ഇങ്ങനെ കഴിഞ്ഞ് തുടങ്ങാറാകുമ്പോൾ തന്നെ ആൾ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്നുള്ളത് പറഞ്ഞെങ്കിൽ എനിക്കൊരു കാര്യം പറയാനെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റതാണ്. അപ്പോൾ നമുക്കൊരു നെഞ്ചിടിപ്പ് വർദ്ധിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് സ്വയം പൊക്കണതല്ല കേട്ടോ, വളരെ നല്ല കാര്യമാണ്. പക്ഷേ എനിക്കൊരു അസിസ്റ്റൻറ്റ് കുട്ടിയുണ്ടെന്ന് ആലോചിക്കണം കേട്ടോ. എനിക്കൊരു അസിസ്റ്റൻറ്റ് കുട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്കും ടീച്ചർക്ക് സ്വയം എടുക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒന്നല്ല, ചില കാര്യങ്ങൾക്ക് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത്രയും വളഞ്ഞു മൂക്കുടിച്ച് പറയണത്. അപ്പോൾ ചില കാര്യങ്ങൾ അപ്പോൾ ആ ഡോക്ടർ എഴുന്നേറ്റ് നിന്നിട്ട്
ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ഇത്ര ഗംഭീരമായിട്ടുള്ള ക്ലാസ് കണ്ടിട്ടില്ല എന്നും അത്ര ഭംഗിയായിട്ടാണ് കുട്ടികൾ ഇത്ര ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഹോംവർക്കും ക്ലാസ് വർക്കും വേണ്ട സംഭവങ്ങൾക്ക് കുട്ടികൾക്കുള്ള ആ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഒരു ഇങ്ങനെ പറഞ്ഞ് എൻ്റെ മനസ്സൊക്കെ നിറഞ്ഞ് നെക്സ്റ്റ് ലെവലിൽ അവിടെ തന്നെ ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഏരിയയിൽ അറിയാൻ പറ്റും, ഒരു പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഐഷാബിത്ത, ഫേമസ് ആണ്, വർഷങ്ങളായിട്ട് ആൾ പോസ്റ്റ് ഓഫീസിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ്. ആളുടെ ഹസ്ബൻഡ് ഒരു എഞ്ചിനീയറായിട്ട് വർക്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഐഷാബിത്ത് എഴുന്നേറ്റ് നിന്നിട്ട് ആളും നിസാം എന്നാണ് ആളുടെ കുട്ടിയുടെ പേര്. എന്നിട്ട് ഈ ഇത്തയും രണ്ടാമത് എഴുന്നേറ്റ് നിന്നത് ഈ ഇത്തയാണ്. ബാക്കി പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല. അത്രയും മനസ്സ് നിറയുന്ന രീതിയിലുള്ള ഒരു, എന്നെ അഭിനന്ദിക്കുക എന്നല്ല അതിനെ പറയാം, നമുക്ക് കിട്ടാവുന്ന ആ ഒരു പൊന്തുവൽ എന്ന് പറയില്ലേ, അതൊക്കെ കിട്ടി. പിന്നെ ഈ രണ്ട് പേര് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. ബാക്കി പിന്നെ തുരു അതിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ അടിക്കടിയായിട്ട് ഓരോരുത്തരും എഴുന്നേരുന്ന ആ ക്ലാസ്സിൻ്റെ ഭംഗി വർണ്ണിക്കലായിരുന്നു. അപ്പം ഞാൻ വേറൊന്നല്ല, ഞാൻ ഇന്ന് ആ ഡ്രൈവ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഞാൻ ആലോചിച്ചിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തതും ഞാൻ സഹായത്തിന് ഒരാളെ നിർത്തിയിട്ട് ആ ഒരു കാര്യത്തെ എങ്ങനെ ഭംഗിയാക്കും എന്നുള്ളൊരു കാര്യവും ചിന്തിച്ചുകൊണ്ട്, അതായത് എൻ്റെ മനസ്സിനേറെ സന്തോഷിക്കുന്നൊരു കാര്യം ഞാനിങ്ങനെ ആലോചിച്ചാണ് ഞാൻ ആ സ്കൂളിലേക്ക് എത്തിയത്. അതിനുശേഷം സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അതായത് എൻ്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ സന്തോഷിച്ചിട്ട് അവിടെ എത്തിയെന്നുണ്ടെങ്കിൽ എൻ്റെ ടീച്ചേഴ്സൊക്കെ വളരെ എനർജറ്റിക്കായിട്ടും വളരെ സ്മാർട്ടായിട്ടും ഭംഗിയായിട്ടും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്താ പറയുക, ഒരു മാസം നിങ്ങൾ ക്ലാസ് എടുക്കാൻ വേണ്ടി തൽക്കാലത്തിന് ഏൽപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിട്ടുള്ള പെർഫോമൻസാണ് കണ്ടത്. അവരുടെ വാക്കുകൾ, പ്രവൃത്തികൾ, എല്ലാവരും ഭയങ്കര ഊർജ്ജസ്വലരായിട്ട്. അപ്പം എൻ്റെ മനസ്സ് സന്തോഷിച്ചുകൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ എനിക്കവിടെ ഫസ്റ്റ് കാണാൻ പറ്റിയത് അങ്ങനത്തെ ഒരു സംഭവം. അടുത്തത് ഞാൻ കണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, എൻ്റെ വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് വന്നപ്പോൾ ഒരുപാട് വർഷം, ഏകദേശം ഒരു 10-28 വർഷം മുമ്പ് എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സീനിയർ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. കുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്താന്ന് വേണമെങ്കിൽ വിളിക്കാം, പക്ഷേ ഇത്താന്ന് വിളിക്കണത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. എന്നെ അറിയോ എന്ന് ചോദിച്ചിട്ട് ഈ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ നമ്പർ എടുത്തിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചേക്കണം. ആൾ അത്യാവശ്യം ഒരു 2 മിനിറ്റുള്ളതും 2-3 മിനിറ്റുള്ളതും 5 മിനിറ്റുള്ളതൊക്കെ വന്നുകൊണ്ട് 3 വോയിസ് മെസ്സേജ് അയച്ച്. ആക്ച്വലി എന്നെ സംബന്ധിച്ച് ഈ ഒരു ഡേ ആ ഒരു മെസ്സേജ് കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അത്രയും എനിക്ക് സന്തോഷിക്കണതും എന്താ പറയുക, ഒരുപാട് എനിക്കത് മറ്റുള്ളവർക്ക് കേൾപ്പിക്കണം എന്ന് ആഗ്രഹം. അതായത് വേറൊന്നുകൊണ്ടല്ല, എന്നെ ഇങ്ങനെ പറയുന്നു എന്നുള്ളത് കൊണ്ടല്ല, എൻ്റെ സന്തോഷം എനിക്ക് ആഗ്രഹമുള്ള ചിലരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു താല്പര്യം കൊണ്ടാണ് കേട്ടോ ഞാൻ ആ പറയുന്നത്. അപ്പം വളരെ സന്തോഷിക്കുന്ന രീതിയിലൊരു മെസ്സേജ് കണ്ട് പിന്നെ വീണ്ടും, അതായത് ഈ യൂട്യൂബിൽ തന്നെ വന്നിട്ടുള്ള വാട്സപ്പ് മെസ്സേജുകൾ, സത്യത്തിൽ ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വാട്സപ്പിലാണ് കംപ്ലീറ്റ് മെസ്സേജും വരുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന പുതിയ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക, അതെനിക്ക് കുറച്ചും കൂടി ഉപകാരമായിരിക്കും. വേറെ ആരെങ്കിലും ഇതുപോലെ ഈ കമൻറ്റ് നോക്കിയിട്ട് കാണുന്നവരുണ്ടാവും. ഈ യൂട്യൂബ് ചാനലൊക്കെ ചിലർ കമൻറ്റ് നോക്കും, ഞാൻ അങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കമൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ കാണും. അപ്പോൾ ഇത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സെൽഫ് ടോക്ക് നടത്തുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, പറയാമെന്നുള്ളതാണ്. പക്ഷെ ഞാനൊരു കാര്യം ഒരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ആക്കാൻ പറ്റും എന്നുള്ളതിന് സംസാരിച്ച് ഞാൻ എത്തിയത് അന്ന് ഞാൻ ആ ഏൽപ്പിച്ച കുട്ടിയിലേക്കും എന്നെ പ്രശംസിച്ചതുമായിട്ടുള്ള കുറേ പാരൻസിൻ്റെ അടുത്തേക്കും അന്നത്തെ ഡേ അങ്ങനെ ആയിരുന്നുള്ള സന്തോഷത്തിൽ ചെല്ലുമ്പോൾ പിന്നീട് എനിക്ക് വന്നേക്കണ കംപ്ലീറ്റ് വാട്സപ്പ് മെസ്സേജും കമൻറ്റുകളും എല്ലാം തന്നെ എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്ന ആളുകളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സന്തോഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊരു ദിവസം എടുത്തിടുക.
നമ്മൾ ഏകദേശം കരഞ്ഞ്, അതായത് എൻ്റെ ജീവിതം അങ്ങനെ ആയല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ, അല്ലെങ്കിൽ പക്ഷെ എനിക്ക് ദുഃഖിക്കാൻ ദുഃഖം ആലോചിച്ചുകൊണ്ട് പോകേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തോ എനിക്ക് നല്ല സമയമാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ആലോചിക്കാൻ തോന്നി ഇങ്ങനൊരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും പറഞ്ഞ് കണക്ഷൻ വന്ന് ഇന്നത്തെ ദിവസം എൻ്റെ ഈ ഒരു മാസം തികയുന്നൊരു ദിവസം എനിക്ക് എൻ്റെ പൂർണ്ണ ഒരു സന്തോഷത്തിലേക്ക് എത്താനുള്ള തരമുള്ള കമൻറ്റുകളും മെസ്സേജുകളും പിന്നെ ഏകദേശം 2500 സബ്സ്ക്രൈബേഴ്സും ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 100 പേരെങ്ങാനും കൂടി വന്നാൽ എൻ്റെ ഒരു അറിയാവുന്നവരുണ്ടായിരിക്കും ഇതിൽ. ബാക്കിയെല്ലാം പിന്നെ എന്നെ സംബന്ധിച്ച് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയതിന് തുല്യം, അല്ലെങ്കിൽ ഒരു സിൽവർ പ്ലേ ബട്ടൺ, ഗോൾഡൻ പ്ലേ ബട്ടനൊക്കെ വീട്ടിൽ കിട്ടിയൊരു സന്തോഷത്തിന് തുല്യമാണ് ചില മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, തികച്ചും ഓർത്തഡോക്സ് ഫാമിലിയിൽപ്പെട്ട പല എൻ്റെ ബന്ധുക്കളും വിളിച്ചിട്ട് സഫി എന്ത് നല്ലൊരു ടോപ്പിക്കാണ് നീ സെലക്ട് ചെയ്തേക്കണേ, ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു, ഇതെങ്ങനെ പറയുന്നു, ഇതാണോ മോൾ ചെയ്തിരുന്നത്, അപ്പോൾ ക്ലാസ് എടുക്കാൻ പോകണമെന്നറിയാം, അപ്പം ഇങ്ങനത്തെയാണോ ക്ലാസ് എടുക്കണത്, അങ്ങനെ ചോദിച്ചിട്ടുള്ള പല ചോദ്യങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് വിജയിച്ചു എന്നുള്ള എൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് ഞാൻ എത്തി എന്നുള്ളതിന് തുല്യമാണ്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാവട്ടെ, ഇത് ഇനിയും ഒരുപാട് വളർന്ന് കുറച്ചും കൂടിയും നിങ്ങളായിട്ട് ആ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് എനിക്ക് സാധിക്കട്ടെ എന്നും, പിന്നെ അത് മാത്രമല്ല ഞാൻ ഈ ലൈഫ് കോച്ച് എന്ന് പറഞ്ഞ സെക്ഷനിൽ അത്യാവശ്യം ആളുകൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊന്നല്ല, എനിക്ക് ആ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കണക്ഷനിലുള്ള ആളുകളെ കൊണ്ട് അതിൽ ഒരുപക്ഷെ ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇഷ്ടത്തിന് ആളുകളാവും. പക്ഷെ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ നിന്ന് വരുന്ന ആ കണക്ഷനിലുള്ള മാത്രം എനിക്ക് അതിൻ്റെ വളർച്ച ഒന്ന് കാണണം. അങ്ങനെയുള്ളവരെ മാത്രം ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് അവരെ സക്സസ് അറിഞ്ഞുകൊണ്ട് പിന്നീട് ആളുകൾ വരട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ആ ഒരു ഗ്രൂപ്പിനെ അത്രയും അങ്ങനെ മാത്രമായിട്ടൊരു സെക്ഷനാക്കി വെച്ചേക്കണം. ഒരാളെപ്പോലും ഞാൻ അതിൽ ആഡ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. ഈ യൂട്യൂബിൽ നിന്ന് കണ്ട് ആ കണക്ഷനിൽ നിന്ന് മാത്രം കയറിയാൽ മതി. എൻ്റെ ഒരു ബന്ധുക്കളെയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ സഹപ്രവർത്തകരെയോ ആരെയും ഞാൻ അതിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നില്ല. അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ വേറെയുണ്ട്. ഓക്കെ, അത്യാവശ്യം മോട്ടിവേഷൻ കൊടുക്കാനും ക്ലാസ് എടുക്കാനും ഒക്കെയുള്ള ഗ്രൂപ്പ് വേറെയുണ്ട്. ഇതെൻ്റെ ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള എൻ്റെ ഗ്രൂപ്പ് മാത്രമായിരിക്കും അത്. അപ്പോൾ അതിൻ്റെ സക്സസ് നമുക്ക് ഞാനിതുപോലെ ഓരോ മാസവും നിങ്ങളായിട്ട് ഞാനത് പങ്കുവയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഒരു സെൽഫ് ടോക്കൊക്കെ നടക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം സംസാരിക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു മാസത്തിന് ഏറെ സന്തോഷമുണ്ട്. ഇന്നത്തെ മെസ്സേജ് ആയാലും കമൻ്റ് ആയാലും മനസ്സ് നിറയുന്നതും തൃപ്തി വരുന്നതും എല്ലാം കൊണ്ടും ഒരു ഹാപ്പി ഡേ ആയിരുന്നു എനിക്ക്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളും അങ്ങനെ തന്നെ ആവട്ടെ എന്ന്, നിങ്ങൾക്കും എനിക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എൻ്റെ ടീമിൽ അംഗമാവാനായിട്ടും എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വന്നിട്ട് ലിങ്കിൽ കയറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ അതുകൂടാതെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ അതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ആയാലും കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.